ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? അപ്പോൾ നമുക്കിന്ന് ഒരു നാടൻ കോംബോയാണ്. അതായത് ഒരുപാട് റോസ് ചെടികളുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാടൻ കോംബോ അല്ല, ഒട്ടും ചെടികളില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. റോസാപ്പൂക്കൾ ഒരുപാട് ഇഷ്ടമാണ്, എന്നാൽ നമുക്ക് ചെടികൾ വളരെ കുറവാണ്, ചെടികളൊന്നുമില്ല, വാങ്ങാനായിട്ട് പൈസയില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയൊരു കോംബോയാണ് നമ്മളിപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 10 റോസ് കോംബോ ഇടാനായിട്ട് കൊണ്ടുവന്ന ചെടികളിൽ ഒരു 5 ടൈപ്പ് ചെടികൾ കുറച്ചുകൂടി ബാക്കിയുള്ളതിനാൽ നമുക്കൊരു ചെറിയ കോംബോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ നമുക്ക് നാടൻ വയലറ്റ് റോസുകൾ സെയിലിനുണ്ട്. അത് കോംബോയിലില്ല. നല്ല വലിപ്പമുള്ള 8 ഇഞ്ച് പോട്ട് സൈസ് ചെടികളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാടൻ ചെടികൾ ഏതൊക്കെയാണെന്ന് കണ്ടു തുടങ്ങാം. 5 ചെടികളുടെ ഒരു കോംബോയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ചെടികളെന്ന് നമുക്ക് നോക്കാം. വളരെ എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന 5 ചെടികളാണ്. ഇതുപോലും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോംബോ സെറ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ റെഡ് റിച്ച് റോസുകളെ കാണാം. നാടൻ സ്ട്രോങ് ആയിട്ടുള്ള ചെടികളിലൊന്നാണ് റെഡ് റിച്ച് റോസുകൾ. ചുവന്ന നല്ല കുലകുലയായിട്ട് പൂക്കുന്ന ഒരു റോസ് പ്ലാന്റാണിത്. നമുക്ക് യാതൊരു വിഷമവും ഉണ്ടാകത്തില്ല ഇത് വളർത്തിയാൽ. എന്ന് വെച്ചാൽ ഒരു പൂവായിട്ട് ഒരിക്കലും ഉണ്ടായി കണ്ടിട്ടില്ല. ഒന്നിലധികം പൂക്കളോട് കൂടി ബഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെഡ് റിച്ച് റോസുകളാണ് നമ്മുടെ കോംബോയിൽ ഒന്നാമതായിട്ടുള്ളത്. ഈ പ്ലാന്റ്സ് എല്ലാം നമ്മൾ നേരത്തെ നമ്മുടെ 10 റോസ് കോംബോയിൽ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും 5 സ്റ്റോക്ക് ഔട്ടാണ്. ബാക്കി 5 പ്ലാന്റ്സിൻ്റെ കോംബോയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് വേരെല്ലാം ഓടിയിട്ടുള്ള റെഡ് റിച്ച് റോസുകളാണ് കോംബോയിലെ ഫസ്റ്റ് ചെടി. ഇനി നമുക്ക് കോംബോയിലെ അടുത്ത ആളെ കാണാം. നമുക്ക് നാടൻ ചെടികളെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് നാടൻ പനിനീർ റോസ്. ഇപ്രാവശ്യം നമ്മുടെ പനിനീർ റോസിൽ മൊട്ടുകളാകാനായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുന്ന പ്ലാന്റ്സാണ്. ചില പ്ലാന്റ്സിലൊക്കെ മൊട്ടുകളായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സാണ് നമുക്ക് ഇപ്രാവശ്യം ഇപ്പോൾ ഈ വീഡിയോയിൽ അന്ന് കാണിച്ചിരിക്കുന്ന ഈ ഫ്ലവറൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ചെടികളാണ് ഇപ്രാവശ്യം നമ്മുടെ കോംബോയിൽ വന്നിട്ടുള്ളത്. പനിനീർ റോസാണ്. നാടൻ പനിനീർ റോസ് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാകത്തില്ല. നീണ്ടു പോകുന്നുവെന്ന് പലരും പരാതി പറയാറുള്ള, എന്നാൽ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മളെ നന്നായി സന്തോഷിപ്പിക്കുന്ന ഒരു 10 പൂക്കളൊക്കെ ഒന്നിച്ച് ഉണ്ടാകാറുണ്ട് ചില നാടൻ പനിനീർ റോസുകളിൽ. അപ്പോൾ അതാണ്. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ പട്ട് റോസാണ്. പട്ട് റോസിൻ്റെ മുള്ളില്ലാത്ത വെറൈറ്റിയാണ് നമ്മളെപ്പോഴും കോംബോയിൽ കൊണ്ടുവരാറുള്ളത്. എല്ലായ്പ്പോഴും അത് തികയാത്തതുമായിട്ടുള്ളൊരു റോസാണ്, തികഞ്ഞ് കിട്ടാറേയില്ല. അങ്ങനത്തെയുള്ള ഒരു നാടൻ പട്ട് റോസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലെ മൂന്നാമത്തെ പ്ലാന്റ്. നല്ല ബ്രാഞ്ചസൊക്കെ ആയിട്ടുണ്ട്. ചിലതിനൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. എല്ലാം ഒരേ പ്രായത്തിലുള്ള ചെടികൾ തന്നെയാണ്, എന്നാൽ ചില ചെടികൾക്ക് നല്ല ബ്രാഞ്ചസൊക്കെ ആയിട്ടുണ്ട്. ചിലതെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള ചെടികളാണ്. മൊട്ടുകളോട് കൂടിയിട്ടുള്ളതാണ്. പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതാണ്, വിരിഞ്ഞ് കൊഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ കോംബോയിലെ മൂന്നാമത്തെ പ്ലാന്റാണ് നമ്മുടെ നാടൻ പട്ട് റോസ്. പട്ട് റോസ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്തതായിട്ടില്ല. അത്രയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ബാല്യത്തിലെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഈ പട്ട് റോസ. ഇനിയുള്ളത് നമുക്ക് അതേപോലെ തന്നെ ഉള്ള നമ്മുടെ എലിസബത്ത് റോസാണ്. ബട്ടൺ പനീർ എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടാറുള്ളത്. ഒരു സുഗന്ധത്തോട് കൂടിയിട്ടുള്ള ഒരു റോസാണ്. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പടർന്ന് കാട് പോലെ വളരുന്ന ഒരു റോസ് ഉണ്ടെങ്കിൽ അത് ഇതാണ്. നന്നായിട്ട് പൂക്കളം ഉണ്ടാകും. എല്ലാ കൊമ്പിലും പൂക്കളമായിട്ട് നിൽക്കുന്ന ഒരു കൊച്ചു സുന്ദരിയാണ് നമ്മുടെ എലിസബത്ത് എന്ന് ഇപ്പോൾ പരിഷ്കരിച്ച് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഒരു നാടൻ റോസ്. ഇനിയുള്ളത് നമുക്ക് തഞ്ചാവൂർ റെഡാണ്. നിറയെ പൂക്കൾ, വലിപ്പത്തിൽ പൂക്കളുണ്ടാകുന്ന ഒരു നാടൻ റോസാണ് തഞ്ചാവൂർ റെഡ്. പിങ്കും ലൈറ്റ് പിങ്കും കൂടി ചേർന്നിട്ടാണ് തഞ്ചാവൂർ റെഡിൻ്റെ കളർ കോമ്പിനേഷൻ. നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ തൈകൾ കൂടി നമ്മുടെ ഈ ഒരു കോംബോയിൽ അവൈലബിൾ ആണ്. തഞ്ചാവൂർ റെഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഒരു പിങ്കും ഒരു ലൈറ്റ് പിങ്കും കൂടി ചേർന്നിട്ടൊരു ഡബിൾ ഷെയ്ഡിലാണ് നമ്മുടെ ഈ ഒരു തഞ്ചാവൂർ റെഡ് വിരിയാറുള്ളത്. നന്നായിട്ട് വളമെല്ലാം കൊടുത്തിട്ട് വിരിയുന്ന പൂക്കൾ നല്ല വലിപ്പത്തിലും നല്ല ഒരു കളർ കോമ്പിനേഷനിലുമാണ് കാണാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ തഞ്ചാവൂർ റെഡിൻ്റെ ചെടികൾ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട 5 ചെടികളാണ് നമ്മുടെ കോംബോയിലെ താരങ്ങൾ.
ഈ 5 പേർക്കും കൂടി ഈ കോംബോയിൽ CC ഉൾപ്പെടെ 290 രൂപയാണ് കോംബോയുടെ റേറ്റ്. അപ്പോൾ നല്ല രീതിയിൽ മാക്സിമം നമ്മൾ വില കുറച്ചു. സാധാരണ 5 എണ്ണമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റിന് കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത്, നമുക്കൊരുപാട് ചെടികളൊന്നും വിൽക്കാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊന്നുമല്ല ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഉള്ള ചെടികളൊക്കെ വില കുറച്ചും ഇനിയും ചിലപ്പോൾ ബഡ് കോംബോയും ഒക്കെ ചിലപ്പോൾ വില കുറച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിലക്കുറവിൻ്റെ കോംബോയും വിലക്കുറവിൻ്റെ ചെടികളും ഓഫർ ചെടികളും ഒക്കെ ആയിട്ട് എപ്പോഴും നിങ്ങളുടെ എല്ലാം ഇടയിൽ നമ്മുടെ ഈ ചാനൽ നിൽക്കുന്നു എന്ന് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. പല രീതിയിലും പല റിവ്യൂസിലും പല പ്രതികരണങ്ങളിലും പല സന്തോഷ പ്രകടനങ്ങളിലൂടെയും എല്ലാം ഞാനത് അനുഭവിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലെ വിലക്കുറഞ്ഞ കോംബോകളിട്ട് നിങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ കോംബോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. 5 കോംബോ വേണം എന്ന് മെസ്സേജ് അയച്ചാൽ മതി. 290 രൂപയാണ്, 290 ആണ് നമ്മുടെ കോംബോയുടെ റേറ്റ്. CC ഉൾപ്പെടെയുള്ള റേറ്റാണ്. പ്രത്യേകം CC നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ CC നമ്മൾ ഇതിനകത്ത് തന്നെയാണ് അടയ്ക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഈ കോംബോയിൽ നൽകുന്നത്. ഈ കോംബോയിൽ താല്പര്യമുള്ളവർ എത്രയും വേഗം മെസ്സേജ് അയയ്ക്കുക. എല്ലാം നാടൻ ചെടികളാണ്. ഈ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് വീണ്ടും എന്നോട് പലരും ചോദിക്കാറുണ്ട്, നാടനാണോ? പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, സ്റ്റെമ്മാണോ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലുമല്ല, നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സാണ്, ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കോംബോയിലിടുന്നതും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നല്ല ചെടികൾ തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ കിട്ടുന്ന ചെടികളെക്കുറിച്ച് ആർക്കും മോശമായിട്ട് ഒന്നും പറയാനില്ല. എല്ലാം നല്ല വിലയ്ക്ക്, വാങ്ങുന്ന വിലയ്ക്കനുസരിച്ചുള്ള വെറൈറ്റിക്കനുസരിച്ചുള്ള വിലകളാണ് നമ്മൾ ചെടികൾക്ക് ഇടാറുള്ളത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതുവരെയും നിൽക്കുന്നത്. എങ്ങാനും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് DTDCയുടെ സർവീസ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരുടെ കുറച്ച് ഇഷ്യൂസ് കൊണ്ട് മാത്രമാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ പ്ലാന്റ്സ് ഉണങ്ങിയും ഒക്കെ കിട്ടാറുള്ളത്. പക്ഷേ അങ്ങനെ അല്ലാത്ത യാതൊരു സാഹചര്യത്തിലും നമുക്ക് മോശമായിട്ടുള്ള ഒരനുഭവങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്ന് കസ്റ്റമേഴ്സിനോ അവരുടെ ഭാഗത്തു നിന്ന് എനിക്കോ ഉണ്ടാകാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള നമ്മുടേതായ അല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം തരണം ചെയ്തും നമ്മുടെ പ്ലാന്റ്സ് വളരെ നന്നായി വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്ലസ് പോയിൻറ്റ്. ഇനിയിപ്പോൾ എത്ര കരിഞ്ഞ് ഉണങ്ങി ഇലകൾ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ചെടികൾ അവിടെ എല്ലാം ഓവർകം ചെയ്ത് നന്നായിട്ട് പൂക്കളിട്ടിട്ട് ആ പൂക്കൾ എൻ്റെ ഗ്രൂപ്പിലും എനിക്ക് പേഴ്സണലിയുമൊക്കെ പലരും ഇട്ട് തരാറുണ്ട്. അതാണ് നമ്മുടെ ചെടികളുടെ പ്രത്യേകത. സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്ലൈംബറാണ്. ഈ ക്ലൈംബർ ഏകദേശം ഒരു 3-4 എണ്ണം കൂടി നമുക്ക് സെയിലിനായിട്ട് ബാക്കിയുണ്ട്. ഈ ഒരു ഓൺ റൂട്ടഡ് ക്ലൈംബർ, ഇതിനും ഒരു നേരിയ സ്മെല്ലോട് കൂടിയിട്ടുള്ള ഒരു ക്ലൈംബറാണ്. അതുപോലെ നമുക്ക് സെയിലിനായിട്ടുള്ളത് പിന്നീട് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പീച്ച് റോസാണ്. അത് ഒരുപാടൊന്നുമില്ല, 1-2 ഒക്കെ ഉള്ളൂ. ഏകദേശം എല്ലാം കഴിയാറായി. വരുന്ന നോമ്പിന് വേണ്ടിയിട്ട് നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ ഒരുക്കുകയാണിപ്പോൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെടികളെല്ലാം തന്നെ വില കുറച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളത് ഇനി നമുക്ക് ഐഡിയ അറിയാത്ത കുറച്ച് ചെടികൾ ഇവിടെയുണ്ട്. അതും കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എല്ലാം അത് പോട്ട് ചെയ്ത് വിരിയുമ്പോൾ നല്ല വെറൈറ്റി തന്നെ ആയിരിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുപോലെ പിങ്ക് ബട്ടൺ റോസ് നമുക്ക് കുറച്ച് ചെടികൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ചെടികൾ നമുക്ക് ബാക്കിയുണ്ട്. അതുപോലെ ഒരു കരിഷ്മ റോസ് നമുക്ക് ബാക്കിയുണ്ട്. പിന്നെയുള്ളത് നമുക്ക് റെഡ് ക്രിക്രി റോസാണ്. അതും നമുക്ക് ഒരെണ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാം നല്ല നാടൻ വെറൈറ്റികളാണ് ഈ കാണിച്ചത് എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ വീഡിയോ. 290 രൂപയ്ക്ക് ഈ 5 ചെടികൾ, ഈ 5 നാടൻ ഗൃഹാതുരത്വമുണർത്തുന്ന ഈ നാടൻ ചെടികൾ വേണ്ടവർ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. പിന്നെ ചോദിക്കാനുള്ളത് നിങ്ങളുടെയൊക്കെ റോസയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. എല്ലാവരുടെയും റോസകളൊക്കെ നന്നായി നിൽക്കുന്നുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിൽ നിറയെ രാവിലെ മോർണിംഗ് വിഷിൽ നിറയെ ഫ്ലവേഴ്സ് വരാറുണ്ട്. അത്രയധികം ഫ്ലവേഴ്സ് അത്രയും നന്നായിട്ട് എല്ലാവരും വളർത്തുന്നുണ്ട് എന്നറിയുന്നത്
കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. സമയക്കുറവ് കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടോ കെയറിങ്ങിന് കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടോ ഞാനിപ്പോൾ എൻ്റെ റോസുകളൊക്കെ കുറച്ച് ക്ഷീണത്തിലാണുള്ളത്. ഞാനതിനൊക്കെ കുറച്ചൊരു സജ്ജീകരണങ്ങൾ ചെയ്യുന്നതിനുള്ള തിരക്കിലാണ്. അപ്പോൾ കുറച്ച് എക്സോഡസും കുറച്ച് ചെറിയ ചെറിയ പൊടിക്കൈകളും ഒന്നും റോസയ്ക്ക് ഏൽക്കാത്ത ഈ സാഹചര്യത്തിൽ കുറച്ച് കെമിക്കലിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റോസ എന്ന് പറഞ്ഞാൽ കെയറിങ് വേണ്ടുന്ന ഒരു ചെടിയാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ കെയറിങ് ഞാൻ കൊടുക്കുന്നത് എങ്ങനെ നല്ല ചെടികൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കെയറിങ് മാത്രമാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചെടികൾക്ക് കുറച്ചുകൂടി കെയറിങ് വേണം എന്നുള്ളത് കൊണ്ട് അവർക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ കണ്ടെത്തുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നമ്മളെങ്ങനെ നോക്കുന്നു എന്നതിനനുസരിച്ചാണ് നിൽക്കുന്നത്. അത് റോസയായാലും എന്തായിരുന്നാലും ഈ പൊരി വെയിലത്തു നിന്നും അവരെ കുറച്ചൊക്കെ ഒരു തണലത്തേക്കൊക്കെ മാറ്റി വെച്ച് സംരക്ഷിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ചെടികൾ നിങ്ങൾ നന്നായി ചെടികളും പൂക്കളും കാണണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വന്നാൽ മതി. രാവിലെ 10:30 മണി വരെ സമയത്തിൽ നിരവധി പൂക്കൾ, നിരവധി വെറൈറ്റികളൊക്കെ നന്നായിട്ട് വളർത്തുന്ന ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് കാണാം. സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ചെടികളെക്കുറിച്ചുള്ള ഇലച്ചെടികളാകട്ടെ പൂച്ചെടികളാകട്ടെ എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. രാവിലെ 10:30 മണി വരെയുള്ള സമയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ, ഒരു പൂവിൻ്റെ പടം ഇട്ട് നിങ്ങൾക്ക് മോർണിംഗ് വിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത മെസ്സേജുകളോ കുറച്ചധികം സ്റ്റിക്കേഴ്സോ ഫോർവേഡ് പോസ്റ്റേഴ്സോ ഒന്നും തന്നെ ഇല്ലാത്ത പ്രത്യേകതകൾ നിറഞ്ഞ ഭയങ്കരമായ ചിട്ടയോട് കൂടിയ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇനിയും ഗ്രൂപ്പിൽ ചേരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ചെയ്ത ശേഷം നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. അതിനനുസരിച്ച് മാത്രം നമ്മുടെ ഗ്രൂപ്പിലൂടെ മുന്നോട്ട് പോവുക. ഒരുപാട് പേർക്ക് വളരെയധികം സന്തോഷം, വളരെയധികം മാനസികമായിട്ടുള്ള ഒരു റിലാക്സേഷനൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞു. വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം. അതുപോലെ ഒരുപാട് വെറൈറ്റികളും പൂക്കളും ചെടികളും റോസിൻ്റെ കാര്യത്തിൽ നൽകി നിങ്ങൾക്ക് ഇനിയും സന്തോഷം നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മുടെ ഈ കോംബോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഒരു ദൃശ്യവിരുന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഒരുപാടധികം വെറൈറ്റി പൂക്കളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സ്നേഹപൂർവ്വം നിർത്തുന്നു. ഹാദിയ.